നേരത്തെ സിനു പറഞ്ഞ ഒരു പ്രത്യേകതയാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത. നമ്മൾ ഓർക്കേണ്ടത് ഇടതുപക്ഷം ജയിക്കുമ്പോൾ LDF ജയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ UDF 2ാം സ്ഥാനത്ത് വരും എന്ന കണക്ക് തെറ്റിക്കുന്നുണ്ട് ഈ മണ്ഡലം. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്ത് വരുന്നത് BJP ആണ്. BJPയുടെ BB ഗോപകുമാർ അല്ലെ, 3 തവണ മത്സരിച്ചതിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഗോപകുമാറാണ് എതിർ സ്ഥാനാർത്ഥി. ഗോപകുമാർ മോശമല്ലാത്ത വോട്ട് നേടുന്നു എന്ന് മാത്രമല്ല, ഗണ്യമായി വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ BJP നേതാവായി മത്സരിച്ച ഗോപകുമാർ നേടുന്നത് 33,199 വോട്ടാണെങ്കിൽ അത് 2021 ആയപ്പോൾ 5 കൊല്ലം കൊണ്ട് 9,000 വോട്ട്, 10,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ച് BB ഗോപകുമാർ നേടുന്നത് 42,090 വോട്ടാണ്. 2ാം സ്ഥാനത്ത് വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നതാണ് BJPയുടെ ആ മണ്ഡലത്തിലെ പ്രത്യേകത. 2 തവണയും കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്, ചില്ലറക്കാരല്ല. നേരത്തെ സിനു പറഞ്ഞ പോലെ കോൺഗ്രസിന് തെക്കൻ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും പ്രമുഖരായ നേതാക്കൾ. 2016 മത്സരിച്ചത് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ആണ്. 2021 മത്സരിച്ചത് നേരത്തെ പറഞ്ഞ മുൻ MP ആയിരുന്ന N പീതാംബരക്കുറുപ്പാണ്. എന്നിട്ടും സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടുപേർക്ക് 2 തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഒരു കാര്യം ഉണ്ടായി. ശൂരനാട് രാജശേഖരൻ സാറിൽ നിന്ന് N പീതാംബരക്കുറുപ്പ് മത്സരിക്കുമ്പോൾ 4,000 വോട്ട് കോൺഗ്രസ് അധികം പിടിച്ചു. 4,000 വോട്ട്. പക്ഷേ CPI സ്ഥാനാർത്ഥിയുടെ വോട്ട് 8,000 കുറഞ്ഞു. BJP സ്ഥാനാർത്ഥിക്ക് 9,000 കൂടുകയും ചെയ്തു. ആരുടെ വോട്ട് ആർക്ക് പോയി എന്നത് വളരെ പ്രകടമാണ് കണക്ക്. 2 കാര്യമുണ്ട്. 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ശബരിമല ഇഷ്യൂ വന്നു എന്നതുകൂടിയാണ്. അതും കൂടി നമ്മൾ ചേർത്ത് ഓർക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.